ബോണ്ട് റിട്ടേൺസിലെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് നോക്കാനുണ്ട്. അപ്പോൾ ഇതിൽ ഇല്ലസ്ട്രേഷൻ 9 പറയുന്നത് എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. എ 100 par value bond carries a coupon rate of 12% interest payable semi-annually and has a maturity period of 10 years. അതിൻ്റെ അർത്ഥം 100 രൂപ വില വരുന്ന ഒരു ബോണ്ട്, അതിൻ്റെ കൂപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 12%. അത് ആനുവലി അല്ല മക്കളെ അതിൻ്റെ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നത്, സെമി ആനുവലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മാസം കൂടുമ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നു. അതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത് 10 വർഷമാണെന്ന് പറയുന്നു. ഇഫ് ദ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ 16%, റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് 16% ആണ്. ഹൗ മച്ച് ഷുഡ് ആൻ ഇൻവെസ്റ്റർ പേ ഇഫ് ദ ഇൻട്രസ്റ്റ് ആർ പെയ്ഡ് ഹാഫ് ഇയർലി? അപ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഹാഫ് ഇയർലി പേ ചെയ്യുകയാണെങ്കിൽ എത്രയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്? അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് തന്നിരിക്കുന്നത് 85 ആണ്. ഷുഡ് ദ ഇൻവെസ്റ്റർ ബൈ ഇറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രസൻറ്റ് വാല്യൂ ഓഫ് അനിറ്റി ക്വസ്റ്റ്യനിൽ തന്നെ 8% ഫോർ 20 ഇയേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊരു കൺഫ്യൂഷനാവും. നേരത്തെ 16% പറഞ്ഞു, 10 വർഷം പറഞ്ഞിട്ട് ഇതെന്താ 20 തന്നിരിക്കുന്നത്? ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. കാരണം റിട്ടേൺ എന്ന് പറയുന്നത് ഇവർ ഈ കൂപ്പൺ റേറ്റ് പേ ചെയ്യുന്നത് ഈ സെമി ആനുവൽ ബേസിസിലാണെന്ന് പറഞ്ഞാൽ മിസ് പറഞ്ഞു ഒരു വർഷത്തിൽ 2 പ്രാവശ്യം കൊടുക്കുക. അപ്പോൾ 10 വർഷം മെച്യൂരിറ്റി പീരീഡ് ഉണ്ടെങ്കിലും ഒരു വർഷത്തിൽ 2 പ്രാവശ്യം കൊടുത്താൽ അത് 20 വർഷത്തിൻ്റെ പോലെയാണ് അതിന് വരിക. അപ്പോൾ അതുപോലെ തന്നെ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് 16% ആണ് ഒരു വർഷത്തേക്ക്. അപ്പോൾ സെമി ആനുവൽ ബേസിസിൽ കൊടുക്കുകയാണെങ്കിൽ 8% ആണ് വരിക. 16 ഡിവൈഡഡ് ബൈ 2 8. അങ്ങനെയാണ് ഇതിൻ്റെ പ്രസൻറ്റ് ആനുവൽ വാല്യൂ ഫോർ ദ 20 ഇയേഴ്സ് തന്നിരിക്കുന്നതും അനിറ്റി വാല്യൂയും പ്രസൻറ്റ് വാല്യൂയും 20 ഇയേഴ്സിൻ്റെ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് പ്രോബ്ലം ചെയ്യുകയാണെങ്കിൽ മക്കളെ നമുക്കറിയാം ആനുവൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 12 ആണ്. ആ 12 വർഷത്തിൽ 2 പ്രാവശ്യം കൊടുക്കുമ്പോൾ ഒരു പ്രാവശ്യം കൊടുക്കുന്ന ഇൻട്രസ്റ്റ് എത്രയായിരിക്കും? 6%. 12 ഡിവൈഡഡ് ബൈ 2 6%. നമ്പർ ഓഫ് പീരീഡ്സ് നമ്മളിപ്പോൾ അവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്, എങ്കിലും നമ്മൾ മനസ്സിലാക്കുകയാണ് 10 വർഷത്തിൽ 2 പ്രാവശ്യം വെച്ച് കൊടുക്കുമ്പോൾ 10 × 2 20 വരുന്നു. ഡിസ്കൗണ്ടഡ് റേറ്റ് എന്ന് പറയുന്ന ഈ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് 16% ആണ്. അതും 2 പ്രാവശ്യം കൊടുക്കുമ്പോൾ ഇറ്റ് ഷുഡ് ബി ഡിവൈഡഡ് ബൈ 2. 16 ഡിവൈഡഡ് ബൈ 2 8% ആണ്. സോ ദ പ്രൈസ് ഓഫ് ദ ബോണ്ട് ഈക്വൽ ടു പ്രൈസ് ഓഫ് ദ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ്, കൂപ്പൺ ഇൻട്രസ്റ്റ് എത്രയാണ്? 6%. 12 ഇട്ട് ചെയ്യരുത്, 6 ഇട്ടിട്ട് വേണം ചെയ്യാൻ. കാരണം ആനുവലി അല്ല ചെയ്യുന്നത്, സെമി ആനുവലിയാണ് ചെയ്യുന്നത്. അപ്പോൾ 6 ഇൻറ്റു പ്രസൻറ്റ് വാല്യൂ ഓഫ് ആനുവിറ്റി അറ്റ് 8% ഫോർ ദ 20 ഇയേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് 9.818 എന്നുള്ള. അപ്പോൾ 6 ഇൻറ്റു 9.818 പ്ലസ് ബോണ്ട് പ്രൈസ് എന്ന് പറയുന്നത് 100 ആണ്. 100th ഇയറിൽ അത് എത്രയായി മാറും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ 100th ഇയറിൽ അതിൻ്റെ അന്യൂറ്റി വാല്യൂ അല്ല പ്രസൻറ്റ് വാല്യൂ തന്നിട്ടുണ്ട്. അത് 0.215 ആണ്. അപ്പോൾ 100 ഇൻറ്റു 0.215 ചെയ്യുമ്പോൾ നമുക്ക് 80.40 കിട്ടി. അപ്പോൾ ഇവിടെ നമ്മൾ ഇനി ഇത് കമ്പയർ ചെയ്യേണ്ടത് മാർക്കറ്റ് പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യുക. ഇവിടെ നമുക്ക് സിൻസ് ദ തിയററ്റിക്കൽ വാല്യൂ ഓഫ് ദ ഇൻട്രിൻസിക് വാല്യൂ ഈസ് ലെസ്സർ ദാൻ ദ മാർക്കറ്റ് പ്രൈസ് 85ഉം ഇപ്പോൾ കാൽക്കുലേറ്റഡ് വാല്യൂ എന്ന് പറയുന്നത് 80 rupees 40 പൈസയാണ്. അങ്ങനെയാണെങ്കിൽ ദ ബോണ്ട് ഇസ് ഓവർ പ്രൈസ്ഡ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ സാധാ ചെയ്യുന്ന പോലെ. അതുകൊണ്ട് ദ ഇൻവെസ്റ്റർ ഷുഡ് നോട്ട് ബൈ ഇറ്റ് എന്നുള്ള ഡിസിഷനാണ് വരിക. അപ്പം നമുക്കറിയാം തിയററ്റിക് വാല്യൂ ഓർ ദ ഇൻട്രിൻസിക് വാല്യൂ ലെസ്സർ ദാൻ ദ മാർക്കറ്റ് പ്രൈസ് ആണെങ്കിൽ വാങ്ങാൻ പാടില്ല. ഗ്രേറ്റർ ദാൻ ദ മാർക്കറ്റ് വാല്യൂ ആണെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാം? പർച്ചേസ് ചെയ്യാം. ഓക്കെ, അതാണ് ആ ഒരു ക്വസ്റ്റ്യൻ. ഇനി മക്കളെ അതിലൊരു വേറെ 1-2 കൺസെപ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈൽഡ് ടു കോൾ ഇൻ കേസ് ഓഫ് ബോണ്ട് വിച്ച് ഇസ് കോളബിൾ ബൈ ഇഷ്യൂവർ ബിഫോർ ദ മെച്യൂരിറ്റി ഇറ്റ് ഈസ് റിലവൻറ്റ് ടു കമ്പ്യൂട്ട് ഈൽഡ് ടു ദ പോയിൻറ്റ് ഓഫ് ദ ഏർലിയസ്റ്റ് കോൾ. ദ പ്രൊസീജിയർ ഫോർ കാൽക്കുലേറ്റിംഗ് YTC ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് അതായത് നമുക്ക് ഈൽഡ് ടു മെച്യൂരിറ്റി പറഞ്ഞില്ലേ, ഈൽഡ് ടു മെച്യൂരിറ്റി പറയുന്ന പോലെ തന്നെയാണ് ഈൽഡ് ടു കോളും കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതായത് മെച്യൂരിറ്റി പീരീഡിന് മുന്നേ തന്നെ ആ ബോണ്ട് വിളിക്കുകയാണ്. മെച്യൂരിറ്റി പീരീഡ് എന്ന് പറഞ്ഞാൽ 10 വർഷം അല്ലെങ്കിൽ 5 വർഷം എന്ന് പറയുന്നു. ആ 5 വർഷം 10 വർഷം നമ്മൾ കാത്തിരിക്കാതെ ഇറ്റ് ഈസ് ബീങ് റീകോൾഡ്, അതായത് കോളബിൾ ബൈ ദ ഇഷ്യൂവർ ബിഫോർ ദ മെച്യൂരിറ്റി പീരീഡ്. ഇറ്റ് ഈസ്
മെച്യൂരിറ്റി പീരീഡിന് മുന്നേ നമ്മൾ, അതായത് മെച്യൂരിറ്റി എത്തിയിട്ട് ബോണ്ട് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈൽഡ് ടു മെച്യൂരിറ്റി. പക്ഷേ മെച്യൂരിറ്റി പീരീഡ് എത്തുന്നതിന് മുന്നേ തന്നെ അത് കോൾ ഫോർ ചെയ്യുകയാണെങ്കിൽ അതിന് ഈൽഡ് ടു മെച്യൂരിറ്റി എന്ന് പറയില്ല, ഈൽഡ് ടു കോൾ എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ബട്ട് ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് സെയിം ആസ് ദാറ്റ് ഓഫ് ഈൽഡ് ടു മെച്യൂരിറ്റി ആണെന്ന് പറയുന്നു. ഇനി റിയലൈസ്ഡ് ഈൽഡ് ടു മെച്യൂരിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട് മക്കളെ. റിയലൈസ്ഡ് ഈൽഡ് ടു മെച്യൂരിറ്റി എന്ന് പറയുന്നത് assumes that the cash flows are reinvested at a equal rate to the yield to maturity rate. However, the reinvestment rate may not be equal to YTM always. In such situation, realized yield to maturity can be found out if reinvestment rates are given. അതായത് മക്കളെ, നമ്മൾ ഈ കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് വീണ്ടും നമ്മൾ അതിൽ, അതായത് ഈ ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ ഓരോ വർഷവും ബോണ്ടിൽ നിന്നും കിട്ടുന്ന റിട്ടേൺ നമ്മൾ അതിൽ തന്നെ റീഇൻവെസ്റ്റ് ചെയ്യുകയാണ്. റീഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഈൽഡ് ടു മെച്യൂരിറ്റി റേറ്റ് എത്രയാണോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതേ റേറ്റിൽ തന്നെ റീഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ ചില സമയത്ത് അതേ റേറ്റിൽ നമുക്ക് റീഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതേ റേറ്റ് ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? റിയലൈസ്ഡ് ഈൽഡ് ടു മെച്യൂരിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റാണ് അവിടെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറയുന്നു. അതൊരു ജസ്റ്റ് ഒരു ഇത് തന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇനി അടുത്തൊരു ചെറിയ കൺസെപ്റ്റ് പറയുന്നത് കോൺവെക്സിറ്റി എന്ന് പറയുന്നത്. ആ കോൺവെക്സിറ്റി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇഫ് എ കൂപ്പൺ റേറ്റ് ഓഫ് എ ബോണ്ട് ഇസ് if a coupon rate of a bond is 5%, the face value is 100 and the market interest is 8%, no investor will be ready to pay 100 to acquire it, since it gets only ₹5 from investment. അതായത് മക്കളെ, 100 രൂപയുടെ ഒരു ബോണ്ട്, അതിൻ്റെ കൂപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 5%, പക്ഷെ അതിൻ്റെ മാർക്കറ്റ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 8%. അപ്പോൾ നമുക്ക് മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് അത് ആ 100 രൂപ മാർക്കറ്റിൽ വേറൊരു ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 8% കിട്ടും. പക്ഷെ നമ്മൾ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 5% കിട്ടുള്ളൂ. അതുകൊണ്ട് ആരും എന്തിൽ ചെയ്യില്ല? ഈ കൂപ്പൺ റേറ്റ് കുറഞ്ഞതുകൊണ്ട്, അതായത് മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് കൂപ്പൺ റേറ്റും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ കൂപ്പൺ റേറ്റ് കുറവും മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് കൂടുതലുമാണെങ്കിൽ ആരും തന്നെ ആ 100 രൂപ ബോണ്ടിന് കൊടുക്കാൻ തയ്യാറാവില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ദ പ്രൈസ് ഓഫ് ദ ബോണ്ട് വിൽ ബി റെഡ്യൂസ്ഡ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ ബോണ്ടിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 100 രൂപയ്ക്ക് പകരം നമ്മളതിനെ റെഡ്യൂസ് ചെയ്യും. എങ്ങനെയാണ് റെഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ അതായത് 5 ഡിവൈഡഡ് ബൈ 5 എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂപ്പൺ റേറ്റ് 5 ഡിവൈഡഡ് ബൈ 0.08 മാർക്കറ്റ് റേറ്റുമായിട്ട് പ്രൊപ്പോർഷൻ ബേസിസിൽ അതിനെ കുറയ്ക്കും. സോ ദാറ്റ് ദ 5 ബിക്കംസ് ഈക്വൽ ടു ദാറ്റ് ഓഫ് 8%. അപ്പം 100 രൂപയുടെ സാധനം 100 രൂപയുടെ സാധനം എത്ര രൂപയായിട്ട് മാറുന്നു? 62.5 റുപ്പീസിലേക്ക് ഈ സാധനം മാറുന്നു. അങ്ങനെ ആവുമ്പോൾ ഇറ്റ് മീൻസ് ദാറ്റ് ദ ഈൽഡ് ഓൺ new bonds will be high when the interest market rate is റൈസിങ്. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ബോണ്ടിൻ്റെ ആ റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ സിറ്റുവേഷനിലേക്ക് കിട്ടും. ഇങ്ങനെ വരുന്ന സിറ്റുവേഷനെയാണ് കോൺവെക്സിറ്റി എന്ന് പറയുന്നത്. അത് ഇൻക്രീസ് ഇൻ ദ ബോണ്ട് പ്രൈസ് ഫോർ എ ഗിവൺ ഡിക്ലൈൻ ഇൻ ദ ബോണ്ട് ഈൽഡ് ഇസ് ഹയർ ദാൻ ദ ഡിക്ലൈൻ ഇൻ ദ ബോണ്ട് പ്രൈസ് ഫോർ എ ഇക്വലൻ്റ് ഇൻക്രീസ് ഇൻ ദ ബോണ്ട് ഈൽഡ്. അതായത് കോൺവെക്സിറ്റി ഷേപ്പിൽ അതൊരു നമ്മൾ പറയുന്നു, അത് വെച്ചാൽ പ്രൈസ് ഓഫ് ദ ബോണ്ട് ആൻഡ് ഈൽഡ് ഓഫ് ദ ബോണ്ട് ആർ ഇൻവേഴ്സ്ലി റിലേറ്റഡ്. അതായത് മക്കളെ, ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കൂടുകയല്ല, ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കുറയുന്ന സാഹചര്യം വരികയാണെങ്കിൽ, അതായത് വെൻ ദ ഇൻട്രസ്റ്റ് റേറ്റ് ഇൻ ദ മാർക്കറ്റ് റൈസസ് പ്രൈസ് ഓഫ് ദ ബോണ്ട് വിൽ ഡിക്ലൈൻ. മാർക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് കൂടുകയും പ്രൈസ് ഓഫ് ബോണ്ട് ഡിക്ലൈൻ ചെയ്യുകയുമാണെങ്കിൽ അവിടെ എന്ത് കൺസെപ്റ്റ് വരുന്നു? കോൺവെക്സിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വരുന്നു എന്നാണ് പറയുന്നത്. അതിൻ്റെ ജസ്റ്റ് ഡയഗ്രാമും കൂടെ തന്നിട്ടുണ്ട്. ദ റിലേഷൻഷിപ്പ് ഇസ് റെഫേർഡ് ടു ദാറ്റ് ആസ് കോൺവെക്സിറ്റി ഓഫ് ദ ബോണ്ട് and the relationship between the bond price and the bond yield is inversely related. Inversely related എന്ന് പറഞ്ഞാൽ when one increases other decreases എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്ന ഡയഗ്രാം. അതൊന്ന് ജസ്റ്റ് നിങ്ങളിങ്ങനെ നോക്കി വെച്ചാൽ മാത്രം മതി. If the duration of the bond increases, yield of the bond increases and the bond is said to have a negative convexity ഉണ്ടാവുന്നു എന്ന് പറയുന്നു. If the duration of the bond decreases and yield of the bond decreases, duration of the bond decrease ചെയ്യുന്നു, yield ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഹാവ് എ പോസിറ്റീവ് കോൺവെക്സിറ്റി എന്ന് പറയും.
ഓക്കെ, ഇനി നമുക്ക് ഡ്യൂറേഷൻ ഓഫ് ദ ബോണ്ട് എങ്ങനെയാണ് ചെയ്യാമെന്ന് പറഞ്ഞുതരാം. വെൻ ഇൻട്രസ്റ്റ് റേറ്റ് ആർ ചേഞ്ചിങ് ദ പ്രൈസ് ഓഫ് ദ ബോണ്ട് വിൽ നോട്ട് ചേഞ്ച്. ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് പ്രൈസ് ഓഫ് ദ ബോണ്ട് ചേഞ്ച് ചെയ്യണമെന്നില്ല. എ ബോണ്ട്സ് മെച്യൂരിറ്റി ഓർ എ കൂപ്പൺ റേറ്റ് പ്രൊവൈഡ് ആൻ ഐഡിയ അബൌട്ട് ദ സെൻസിറ്റിവിറ്റി ഓഫ് ദ ബോണ്ട് പ്രൈസ് ആൻഡ് ടു ദാറ്റ് ഓഫ് എ ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ചസ്. അപ്പോൾ ഈ ഒരു ബോണ്ടിൻ്റെ ഡ്യൂറേഷൻ എത്ര കാലമാണ്, ആ ഡ്യൂറേഷൻ അനുസരിച്ചിട്ട് നമുക്കറിയാം ഇതിൻ്റെ പ്രൈസിൽ ചേഞ്ചസ് വരും എന്നുള്ളത് അറിയാം. അപ്പോൾ അത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നു. അപ്പോൾ ഡ്യൂറേഷൻ ഓഫ് ദ ബോണ്ട് ഇസ് മെഷർഡ് ആസ് എ വെയ്റ്റഡ് ആവറേജ് ഓഫ് ദ ടൈം ടു ക്യാഷ് ഫ്ലോ. നമുക്ക് കിട്ടുന്ന ക്യാഷ് ഫ്ലോവിനനുസരിച്ചിട്ട് നമ്മളൊരു വെയിറ്റ് ചെയ്തിട്ടാണ് അത് ചെയ്യുക. ഇറ്റ് ഈസ് ആവറേജ് ടൈം റിക്വയർഡ് ടു റിക്കവർ ദ കൂപ്പൺ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ആൻഡ് ദ പ്രിൻസിപ്പൽ. ഇത് ആവറേജ് ടൈം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു ഫോർമുല, ഇവിടെ ഒരു ഫോർമുല പറഞ്ഞിട്ടുണ്ട് മക്കളെ. ആ ഫോർമുല ബേസിസിലാണ് നമ്മൾ ഇത് കണ്ടുപിടിക്കുക. അപ്പോൾ ഈ ഡ്യൂറേഷൻ ഇത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമായിട്ട് ഇവിടെ ഒരു ഇല്ലുസ്ട്രേഷൻ തന്നിട്ടുണ്ട്. ആ ഇല്ലുസ്ട്രേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് കിട്ടും. അതായത് കാൽക്കുലേറ്റ് ദി ഡ്യൂറേഷൻ ഓഫ് ബോണ്ട് എക്സ് ആൻഡ് ബോണ്ട് വൈ. ദ കൂപ്പൺ റേറ്റ് ആ 7% ആൻഡ് 8% എന്ന് പറയുന്നു. മെച്യൂരിറ്റി പീരീഡ് ഇസ് 4 years. ബോണ്ട് ഈൽഡ്സ് 6% per annum. The face value of the bond is 1000. അപ്പോൾ ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യണം. ബോണ്ട് എക്സിൻ്റെയും ബോണ്ട് വൈൻ്റെയും ചെയ്യണം. അപ്പോൾ നമ്മൾ പറയുന്നു 1000 അതിൻ്റെ ഫേസ് വാല്യൂ. അതിൻ്റെ കൂപ്പൺ റേറ്റ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 7%ഉം 8% ആണെന്ന് പറയുന്നു. അതായത് എക്സിൻ്റെ 7%ഉം വൈൻ്റെ 8% എന്ന് പറഞ്ഞു. ഇതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് 4% പറയുന്നു. ബോണ്ട് ഈൽഡ് ചെയ്യുന്നത് 6% ആണെന്ന് പറയുന്നു. അപ്പോൾ മക്കളെ ഇതൊരു ടേബിളായിട്ട് ചെയ്യുക. ഇയർ 1, 2, 3, 4 4 വർഷമാണ് രണ്ടിനും വരുന്നത്. ആദ്യത്തേൻ്റെ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് 1000-ന് 7%. അപ്പോൾ 1000 ഇൻറ്റു 7/100 70 ആണ് നമ്മുടെ ക്യാഷ് ഫ്ലോ ആയിട്ട് വരുന്നത്. അപ്പോൾ 70 എന്ന് എഴുതുന്നു. നാലാമത്തെ വർഷം നമുക്കറിയാം ബോണ്ട് പ്രൈസും കൂടെ ചേർത്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ 1000 + 70 1070 എന്ന് എഴുതുന്നു. ഇനി മക്കളെ ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ്, ബോണ്ട് ഈൽഡിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 6% ആണെന്ന് പറയുന്നു. 6%ൻ്റെ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ, നമ്മുടെ PVF ഫാക്ടർ നോക്കിയിട്ട് അതിൻ്റെ വാല്യൂ എടുത്ത് എഴുതുക. 0.943, 0.89, 0.8396 അങ്ങനെ നമ്മൾ എടുത്തിട്ട് ക്യാഷ് ഫ്ലോവും പ്രസൻറ്റ് വാല്യൂ ഫാക്ടറും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോ എത്രയാണെന്നുള്ളത് കിട്ടുന്നു. ഇനി പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോ എല്ലാം കൂടെ കൂട്ടുക. ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ എല്ലാം കൂടെ കൂട്ടിയിട്ട് ആ ടോട്ടൽ നമുക്ക് 1034.63 കിട്ടും. ഇനി അടുത്ത കോളം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈച്ച് പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ഡിവൈഡഡ് ബൈ ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ. അതായത് മക്കളെ 66.01 ഡിവൈഡഡ് ബൈ 1034.63 എന്ന് പറയുന്നതാണ് 0.0638. ഇനി 62.30 ഡിവൈഡഡ് ബൈ 1034.63 ആണ് നമ്മുടെ 0.0602. അതായത് ഈ പറയുന്ന ഓരോ പ്രസൻറ്റ് വാല്യൂ, അതായത് PVCF ൻ്റെ ഓരോന്നെടുത്തിട്ട് അതിൻ്റെ ഡിവൈഡഡ് ബൈ എൻ്റെ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത കോളം കിട്ടും. ഇനി അത് ഇൻറ്റു ദ ഡ്യൂറേഷൻ ഓഫ് ദ ടൈം. ഡ്യൂറേഷൻ ഓഫ് ദ ടൈം പറഞ്ഞാൽ ഇൻറ്റു 1, 2, 3, 4 ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ലാസ്റ്റ് കോളം കിട്ടുന്നു. എന്നിട്ട് അതിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കുക. അപ്പോൾ ഡ്യൂറേഷൻ ഓഫ് ദ ബോണ്ട് എന്ന് പറയുന്നത് ആദ്യത്തെ നോക്കുമ്പോൾ 3.6310 ആണ്. ഇനി അതേപോലെ ഡ്യൂറേഷൻ ഓഫ് വൈ കണ്ടുപിടിക്കുക. വൈ കണ്ടുപിടിക്കുമ്പോൾ 8% ആണ് അതിൻ്റെ ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ. അപ്പോൾ 1000-ൻ്റെ 8% എന്ന് പറയുമ്പോൾ 1000 ഇൻറ്റു 8/100 80 കിട്ടണം. അപ്പോൾ 80 ലാസ്റ്റ് ഇയർ എത്തുമ്പോൾ 1080 ഇടുന്നു. അപ്പോൾ അത് 6% ഇട്ടിട്ട് ഇതേപോലെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ഡിവൈഡഡ് ബൈ ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ചെയ്തിട്ട് ഇൻറ്റു ദ ഇയർ 1. ഇപ്പോൾ 0.0706 ഇൻറ്റു 1 ചെയ്യുമ്പോൾ അത് തന്നെ കിട്ടുന്നു. ഇനി 0.0666 ഇൻറ്റു 2 ചെയ്യുമ്പോൾ 0.1332 എന്ന് പറഞ്ഞ് കിട്ടുന്നു. അങ്ങനെ അതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ദ ഡ്യൂറേഷൻ ഓഫ് എക്സും ഡ്യൂറേഷൻ ഓഫ് വൈയും ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ബേസ്ഡ് ഓൺ ദ ഡിഫറൻസ് ഇൻ ദ ഇൻട്രസ്റ്റ് റേറ്റ്. കാരണം മറ്റേൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 6% ആയിരുന്നു, 7% ആയിരുന്നു. ഈ രണ്ടാമത്തെ ബോണ്ടിൻ്റെ ഇതെന്ന് പറയുന്നത് നമുക്ക് എന്തായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്, 8% ആയിരുന്നു. അപ്പം 7% ഉള്ള സമയത്ത് അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3.63 ആണ്. 8% ആയപ്പോൾ
അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് കുറഞ്ഞു. എത്രയായിട്ട് മാറി? 3.59%. അതാണ് കോൺവെക്സിറ്റിയുടെ ബേസിസിലും നമ്മൾ ഡ്യൂറേഷൻ ഓഫ് ദ ബോണ്ടും കണ്ടുപിടിക്കുന്നത്. ഇതാണ് അതിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്ന പോർഷൻ. ഇത് നിങ്ങളിത് കേട്ടിട്ട് അതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ബുക്കിൽ ലാസ്റ്റ് ഒരു പ്രോബ്ലം, അതായത് ലാസ്റ്റ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ റിവ്യൂ ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ലേ, ബാക്ക് ക്വസ്റ്റ്യൻസിൽ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഇതുപോലത്തെ ഉണ്ട്. അതും കൂടെ ചെയ്ത് നോക്കുക. ഇതേപോലെ ടേബിൾ എടുത്തിട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ.